രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു 2024 തുടർച്ച എന്നുള്ള രീതിയിൽ 2025 റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളിലൊന്നാണ് രേഖാചിത്രം. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന രേഖാചിത്രം എന്ന സിനിമ. ജോഫിൻ ടി ചാക്കോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ മികവ് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കൈവശം ഉള്ള ആളാണ്. അത് ഒരു സിനിമാ ഫീൽഡിൽ നിലനിൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൈവശം ഉള്ള ആളാണ് ജോഫിൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധ തർക്കവുമില്ല. ഇപ്പോൾ ജോഫിൻ്റെ സിനിമയാണ് ഈ രേഖാചിത്രം. അതുപോലെ ആസിഫ് അലി ആണെങ്കിലും അനശ്വര രാജൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള പരാജയങ്ങളൊന്നും ഇന്നുവരെയുള്ള സിനിമാ ജീവിതത്തിൽ അറിയാത്ത ആളാണ് അനശ്വര രാജൻ എന്ന് പറയുന്നത്. അപ്പം ആസിഫ് അലിയോടൊപ്പം അനശ്വരയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു കഥ, അതായത് ജോഫിൻ ടി ചാക്കോ പ്രൈസ്റ്റ് ഒരുക്കിയിരിക്കുന്നതിന് പോലെ തന്നെ നമുക്ക് ആ കഥയായിട്ട് ബന്ധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന മറ്റൊരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് രേഖാചിത്രത്തിനെ പറയാം. ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെ കഥയോ കഥാപാത്രമോ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥയോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല. കാര്യം അത്രയും രീതിയിലുള്ള ഒരു ഇതൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ പറയുന്ന കണക്ക് ജോഫിൻ്റെ കൈവശമുള്ള ഏതൊരു ഡയറക്ടർക്ക് ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയുന്ന കണക്കത്തുള്ള ഒരു ഇതാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ രേഖാചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ, ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കോറിയോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്, സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് കാര്യം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ്. കാര്യം ഒരു സിനിമയ്ക്ക്, ഇത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഒരുക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു ക്യാമറ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് യാതൊരുവിധ പാകപ്പിഴകളും ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഈ സിനിമയുടെ ഇപ്പം ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന് ചില പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ സിനിമയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത. പിന്നെ നമുക്ക് പറഞ്ഞ നമ്മൾ ഈ സിനിമയ്ക്ക് റിലീസിന് മുമ്പ് തന്നെ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ചില സർപ്രൈസുകൾ, അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയയിൽ ചില ടോക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ഈ പറഞ്ഞ കണക്ക് അത് ഏത് രീതിയിലുള്ള സർപ്രൈസ് ആണെന്ന് ഞാനത് പറയുന്നില്ല. കാര്യം അത്തരത്തിലുള്ള കാര്യം പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള സർപ്രൈസ് ഉണ്ടോ എന്നുള്ളതല്ല. എന്നാലും ഈ പറഞ്ഞ കണക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സർപ്രൈസ് എന്ന് പറയത്തക്ക രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം ഈ പറയുന്ന ചില കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനൊരു വലിയ സർപ്രൈസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മറ്റൊരാൾക്ക് അത് ഉദ്ദേശിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണം. കാര്യം അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു നല്ല സിനിമ തന്നെയാണ് രേഖാചിത്രം. അപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തുടർച്ചയായിട്ട് ഈ വർഷം വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ വിജയമാകുന്ന അല്ലെങ്കിൽ വിജയമാകാൻ പോകുന്ന സിനിമകളുടെ കൂട്ടത്തിൽ രേഖാചിത്രവും വലിയൊരു വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.